പക്ഷേ യെസ്, പാമ്പാകുമോ പാമ്പൻ? എന്താണ് മാഷിന്? പാമ്പാകുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നല്ലതും ചീത്തയൊക്കെ ആയിട്ട്. കാര്യമായിട്ട് നിലവിട്ട് പിടിവിട്ടു പോകാൻ മാത്രം മദ്യപിക്കുന്നവരെയാണ് സാധാരണ പാമ്പാകുക എന്ന് പറയുക. ഇപ്പോ അത് മാത്രമല്ല മാഷേ, വേറെ ഒരു പ്രയോഗമുണ്ട്. എന്താ? യവൻ കഴുത്തെ ചുറ്റിയ പാമ്പാകുമോ? എന്നുവെച്ചാൽ പാമ്പ് കഴുത്തി കിടന്നാൽ അത് വലിയ ശല്യമാണല്ലോ, നമ്മളെ എപ്പോ വേണമെങ്കിലും കൊത്താം. അങ്ങനെ ഒരു അർത്ഥത്തിലും പറയും. ആ അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ പാമ്പൻ പാലം ഒരു ഇന്ത്യയിലെ ഒരു അത്ഭുതമാണല്ലോ. അത് കഴുത്തെ ചുറ്റിയ പാമ്പാകുമോ കേന്ദ്ര സർക്കാരിന്റെ, റെയിൽവേയുടെ എന്നാണ് ഞാൻ ചോദിച്ചത്. പാമ്പൻ പാലത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചുള്ള പരാതികൾ മാഷ് അറിഞ്ഞു കാണുമല്ലോ. ഞാൻ അറിഞ്ഞു ഡീറ്റെയിൽസ്. അതിപ്പോ എനിക്ക് തോന്നുന്നു റെയിൽവേ അത് അംഗീകരിച്ചു എന്ന്. അതെ, അന്വേഷണം പ്രഖ്യാപിച്ചു, വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. ഇനി ആരുടേതാണ് വീഴ്ചകൾ, എന്തൊക്കെയാണ് വീഴ്ചകൾ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാം? ഇപ്പോൾ ഞാൻ അറിഞ്ഞ വിവരങ്ങൾ, നമ്മൾ 531 കോടി രൂപ ചെലവഴിച്ചാണ്. മുമ്പ് അറിയാലോ പാമ്പൻ പാലത്തിൻ്റെ ചരിത്രം. നമ്മൾ പഴയ ഒരു ടി വിയിലൊരു പരസ്യമുണ്ട്, ഈ പണ്ട് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ശങ്കർ സിമൻറ്റിനെ കുറിച്ച്, പാമ്പൻ പാലത്തിൻ്റെ ആ കരുത്ത്, ഉറപ്പ് എന്നൊക്കെ പറഞ്ഞാണ് ആ പരസ്യം വരുന്നത്. പണ്ട് അവിടെ ഒരു ട്രെയിൻ അപകടമൊക്കെ നടന്ന് ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തതാണ് ചരിത്രം. നമുക്ക് ആ ചരിത്രത്തിലേക്കല്ല, ഇപ്പം നമ്മൾ പുതിയ സംഭവ വികാസങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പോൾ ഈ 531 കോടി രൂപ ചെലവഴിച്ചാണ് പുതുതായിട്ട് പാമ്പൻ പാലം നിർമ്മിച്ചത്. അതിൻ്റെ ആസൂത്രണം മുതൽ പാളിച്ചകളുണ്ടായി എന്നാണ് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ, സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രാലയം ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു 5 അംഗ സമിതിയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. അത് കൂടാതെ ഒരു സ്വതന്ത്ര സുരക്ഷാ വിദഗ്ധനും അതിനകത്തുണ്ടാവും. ഈ പാമ്പൻ പാലത്തിൻ്റെ ആദ്യകാലത്തെ അതിൻ്റെ രൂപകൽപ്പനയെല്ലാം നമുക്ക് മലയാളിക്കും കൂടെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. മാഷിനറിയാമല്ലോ, മാഷിൻ്റെ വളരെ അടുത്ത സുഹൃത്തും എന്താ പറയേണ്ടത്, മാഷൊരു സഹോദരനെ പോലെ കരുതുന്ന ആളുമൊക്കെയാണ് നമ്മുടെ ഈ ശ്രീധരൻ സാറിൻ്റെ ഇടപെടൽ അതിനകത്ത് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ പുതിയ പാലം കൊണ്ട് അത് കവർ ചെയ്യാൻ, ആ അന്നത്തെ കാലപ്പഴക്കം ചെന്ന ആ പാലം മാറ്റിയിട്ട് പുതിയ പാലം കൊണ്ട് ഇത് കവർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത് അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, ഇത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതേസമയം ദക്ഷിണ റെയിൽവേ പറഞ്ഞത് കൃത്യമായ പഠനത്തിനും ആ പഠനത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിനകത്ത് വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല എന്നാണ്. ഇത് ഈ കടലിലായതുകൊണ്ടും നിരന്തരം ഉപ്പുകാറ്റടിക്കുന്നത് കൊണ്ടും വരുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആയിരുന്നു നിർമ്മാണ ചുമതല. അപ്പോൾ പിന്നെ വേറെ വെളിയിൽ നിന്നൊരു കരാറുകാരന് കൊടുത്താലേ കൈക്കൂലി അഴിമതിയൊക്കെ വരുള്ളൂ. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വെച്ച് പറയാം. പക്ഷേ ട്രാക്കുകളുടെ അലൈൻമെൻറ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കടലിൽ 58 കിലോമീറ്റർ വരെ പരമാവധി വേഗത്തിൽ കാറ്റ് അടിച്ചാൽ ഈ പുതിയ പാലത്തിലൂടെ ട്രെയിൻ ഓടിക്കാൻ അനുവദിക്കില്ല. ഇതൊക്കെയാണ് റെയിൽവേ പറയുന്ന കാര്യങ്ങൾ. പാലത്തിൽ 75 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിനിന് പോകാം. പക്ഷേ ഈ വെർട്ടിക്കൽ ലിഫ്റ്റ്, അതായത് ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് ഉണ്ട്. അത് കടൽപ്പാതയാണ്. അവിടെ വരുമ്പോൾ ഈ പാലം മാറിക്കൊടുക്കും, കപ്പൽ വരുമ്പോൾ പാലം മാറിക്കൊടുക്കും, കപ്പൽ കടന്നു പോകും. ഇങ്ങനെയാണ് അതിൻ്റെ ഘടന. അവിടെ 50 കിലോമീറ്റർ വേഗമേ അനുവദിക്കാൻ പറ്റുള്ളൂ, അത് പാലിക്കണം. പിന്നെ വെർട്ടിക്കൽ തൂക്കുപാലം എല്ലാ വർഷവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. നിലവാരമില്ലാത്ത ഡിസൈൻ, അശാസ്ത്രീയമായ വെൽഡിംഗ് എന്നിവയും പോരായ്മകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷി 36% കുറവായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഈ ഉപ്പുകാറ്റ് നിരന്തരം അടിക്കുമ്പോൾ, ഇത് ട്രെയിൻ പാളമെല്ലാം ഇരുമ്പാണല്ലോ, ഈ ഉപ്പുകാറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. എങ്കിലും അതൊക്കെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ നടപടിയൊക്കെ സ്വീകരിച്ചു എന്നിവർ പറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ഈ സുരക്ഷാ കമ്മീഷണർ അതിനോട് യോജിക്കുന്നില്ല. ഈ പുതിയ പാലത്തിനെ കുറിച്ച് അറിവില്ലാത്ത സ്റ്റേഷൻ മാസ്റ്ററും ഗേറ്റ്മാനും പിന്നെ പോയിൻറ്റ്സ്മാനും
അടക്കമുള്ള റെയിൽവേ ജീവനക്കാർക്ക് അടിയന്തരമായിട്ട് അതിൽ വേണ്ടുന്ന പരിശീലനം നൽകണം. ഈ 2 കിലോമീറ്റർ 2.05 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. നേരത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രതികൂലമായിട്ട് വന്നതിനെ തുടർന്ന് എല്ലാ അനിശ്ചിതത്വത്തിലായിരിക്കുക. എന്താ മാഷേ ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 5 അംഗ സമിതി പോരാഞ്ഞിട്ട് ഒരു സ്വതന്ത്ര സേഫ്റ്റി രംഗത്തെ വിദഗ്ധനും, അതാരാണെന്ന് വിവരം പുറത്തു വിട്ടിട്ടില്ല. ശ്രീധരൻ സാർ ആയിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു ഘടകമാണ്. ആരോഗ്യം ഒക്കെ നോക്കണമല്ലോ. അദ്ദേഹത്തിന് ഇതിനകത്ത് എത്ര കണ്ട് ഇടപെടാൻ സാധിക്കും എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിലിപ്പോൾ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അത് പ്രവർത്തനക്ഷമമല്ലാതെ പരാജയപ്പെട്ടു പോയാൽ അത് നിർമ്മിക്കുന്നവരും അതിൻ്റെ ഉടമസ്ഥനായ ഇന്ത്യൻ റെയിൽവേയും ഒന്നും പറയുന്ന ന്യായങ്ങളൊന്നും ന്യായമല്ല. ആരായാലും എന്താ കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും. ഉപ്പുകാറ്റായാലും ഉപ്പുവെള്ളമായാലും കടൽ ജലമായാലും കാറ്റായാലും കപ്പൽ വരുന്നതായാലും കപ്പൽ ചാനലായാലും ഇതിന്റെ മുഴുവൻ സാങ്കേതികമായ പ്രശ്നങ്ങളും കാലയെക്കൂട്ടി പഠിക്കാനല്ലേ അതിന്റെ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ പോരെ സാധാരണക്കാര്. അപ്പോൾ അത് അതിന്റെ അർത്ഥം എന്താ? ഇത്തരം പ്രശ്നങ്ങൾ ദീർഘകാലത്തേക്ക് ഇങ്ങനെ ഒരു പാലത്തിന്മേൽ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങൾ അവർ പഠിച്ചില്ല, വെല്ലുവിളികൾ ശരിക്കും പഠിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ഞങ്ങൾ കാണാതെ പോയി, ഉപ്പുകാറ്റ് വന്നു, അതുകൊണ്ട് ദ്രവിച്ചു പോയി, ഇരുമ്പല്ലേ എന്ന് പറയുന്ന ഒരു ന്യായമല്ല ഇത്. എന്ന് വെച്ചാൽ വിശദീകരണം ഇതിനൊന്നും തൃപ്തികരമല്ല. ഒന്നാമത്തെ കാര്യം. 2, ഇതിൻ്റെ നേരെ വരാൻ പോകുന്ന ആദ്യത്തെ ആക്ഷേപം എന്തായിരിക്കും എന്നറിയോ? നിങ്ങളെ കൊണ്ട് പറ്റാത്ത പണിയാണ്, ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തൂടെ എന്നാണ് അടുത്ത ചോദ്യം വരിക. അപ്പുറത്ത് അദാനിയുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ L&T ആളുകളുണ്ടല്ലോ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ കോമ്പീറ്റൻ്റ് ആയ ആളുകൾ ഇത് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനുള്ളപ്പോൾ പൊതുമേഖലയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് വാശി പിടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നും ചോദിക്കും. കാരണം എഫിഷ്യൻസിയാണ് പ്രധാനം, പ്രൊഫഷണലിസം ആണ് പ്രധാനം. അപ്പോൾ കാലയെ കൂട്ടി ഇത് ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത എഞ്ചിനീയർമാരാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എന്തിന് ഇത് പൊതുമേഖലയിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ നാണക്കേടാണ് ചോദിക്കും. അതാണ് ഈ 2 കാര്യങ്ങളാണ് പ്രധാനം. എന്തായാലും റെയിൽവേ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, റെയിൽവേയിലെ സുരക്ഷാ കമ്മീഷണർ തന്നെ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ആരൊക്കെയാണ് ഉത്തരവാദികളെന്ന് ആദ്യം കണ്ടുപിടിക്കട്ടെ. അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പരിഹരിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ മുടക്കിയ കാശ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ റെയിൽവേയുടെ പൈസയാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കാശാണ്. ഈ കാശ് മുഴുവൻ ചെലവഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഇത് എഫിഷ്യൻ്റ് അല്ല എന്ന് മനസ്സിലാവുന്നത്. എന്നാലോചിച്ച് നോക്കൂ, ആ കാശിന് ഇനി ആരും മറുപടി പറയും? അങ്ങനെയാണെങ്കിൽ 531 കോടി രൂപയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഈ കോമ്പീറ്റൻസി ഇല്ലാത്ത, മുൻകാല അനുഭവങ്ങളും പരിചയവും ഇല്ലാത്ത ഒരു ഏജൻസി, അത് പൊതുമേഖലയിലാണെങ്കിൽ പോലും അവർക്ക് കൊടുത്തതിനാരാണ് ഉത്തരവാദി? അത് വേണ്ടത്ര ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കാതെ പോയില്ലേ? ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ആ കാശ് വീണ്ടെടുക്കാനുള്ള വഴിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ഇത് ഇനി എങ്ങനെ നിർമ്മിക്കുമ്പോൾ ഇവർക്ക് തന്നെ കൊടുക്കുമോ? അതല്ല ലോകോത്തരമായ ഒരു ഓപ്ഷന് വെച്ചിട്ട് വലിയ തോതിൽ ഒരു ആഗോള കരാർ ടെൻഡർ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലേ നന്നാവുക? അത് പ്രൈവറ്റോ? മാഷ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ തുറമുഖ നിർമ്മാണമൊക്കെ അങ്ങനെയല്ലേ. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ, ഇപ്പോൾ അദാനി വന്ന് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നുണ്ടെങ്കിലും അദാനി അതിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് ലോകം മുഴുവനും പരിധി കിട്ടാവുന്നിടത്ത് നല്ല അത് വാങ്ങുന്നുണ്ട്. എന്നിട്ടാണ് അത് ചെയ്യുന്നത്. തുറമുഖം ഉണ്ടാക്കുന്നവരാണ്. അതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ തൽക്കാലം ഈ കോമ്പീറ്റൻസി ഉള്ളത് ആർക്കാണ്, കാര്യക്ഷമതയുള്ളത് ആർക്കാണ് എന്നതിനായിരിക്കണം പ്രത്യേകിച്ച്. ഇതൊക്കെ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം സൂക്ഷ്മത ആവശ്യമുള്ളതാണ്. കടൽപ്പാലമാണ് ഈ നിർമ്മിക്കുന്നത്. ഇനിയൊരു ദുരന്തം അവിടെ ഉണ്ടാകാൻ അനുവദിക്കരുത്. അപ്പൊ എന്തായാലും ഇപ്പോ ഇത് കാര്യക്ഷമമല്ല എന്ന് കാലേക്കുട്ടി കണ്ടെത്തിയതിൽ നമുക്ക് സമാധാനിക്കാം. കാരണം അപകടങ്ങൾ ഒഴിവായി കിട്ടിയല്ലോ, കാശല്ലേ പോയുള്ളൂ. അപ്പോ ഈ രാജ്യത്തിന്റെ പണം നഷ്ടപ്പെടുത്തിയത് ആര്? എങ്ങനെയാണ് ഇതിന്റെ വേണ്ടത്ര സൂക്ഷ്മത ഇല്ലാതെ ഈ എഫിഷ്യൻ്റ് ആണെന്ന് തെളിയിക്കപ്പെടാം. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മോദി സർക്കാരിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കണ്ടേ? കാരണം ഇങ്ങനൊരു അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒളിച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും കൂടി നാണക്കേടാണ്, അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ റെയിൽവേ മന്ത്രിയും
ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്ന് ഒത്തുചേർന്ന് ഒരു നുണ പണി പറയുന്നില്ല, തരാതിരുന്നല്ലോ. ഒളിപ്പിച്ചു വെക്കുന്നില്ല. ഒളിപ്പിച്ചു വെച്ചില്ലല്ലോ, നമ്മുടെ സത്യമായിട്ട് പുറത്തു പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ, അത് തെളിഞ്ഞിരിക്കുന്നു. നാണക്കേടാണെങ്കിലും അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ, ഇത് തുറന്നു പറയുമ്പോൾ ഒരു ഗുണം, ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ കോമ്പീറ്റൻസി നോക്കി അവർക്ക് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട പ്രോജക്റ്റുകൾ കൊടുക്കുമ്പോൾ ഇനി ആരും ആരും ബഹളം ഉണ്ടാക്കില്ല, ഒരു ബഹളം ഉണ്ടാക്കില്ല. കാരണം കാര്യം നടക്കണമല്ലോ. അതെ, അതാണ് പ്രധാനം. എന്തായാലും നമുക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ കാത്തിരിക്കാം. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കുഴപ്പങ്ങൾ പരിഹരിച്ച് വലിയ മുതൽ മുടക്കില്ലാതെ ഈ പറയുന്നത് പോലെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇപ്പം കണ്ടെത്തിയ കുഴപ്പങ്ങൾ പരിഹരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കട്ടെ, കാര്യക്ഷമമാക്കട്ടെ എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അതിന് ലോകത്ത് എവിടെ ഏത് സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അത് കൊണ്ടുവരാൻ നമ്മൾ മടി കാണിക്കണ്ട എന്നും കൂടി. റിപ്പയർ മതിയെങ്കിൽ റീകൺസ്ട്രക്ഷൻ ആണ് ആവശ്യമെങ്കിൽ അത് എന്തായാലും മനുഷ്യജീവൻ വെച്ച് കളിക്കാൻ പാടില്ല.